ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഓൺലൈൻ ഷോപ്പിങ്ങിന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചീപ്പായിട്ട് റണ്ണിങ് ഷൂസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഏഷ്യൻ. അപ്പോൾ ഇവരുടെ 550 രൂപ മാത്രം വരുന്ന ഒരു ഷൂ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്ര റേറ്റ് കുറഞ്ഞതായതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ ഗുണങ്ങളുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് തന്നെ നോക്കാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഡിസൈനിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ലേസ് വരുന്നില്ല. അപ്പോൾ ഈസി സ്ലിപ്പ് ഓൺ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് കാലിലോട്ട് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ ലേസിൻ്റെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ വലിച്ചിട്ടാൽ മതി. പിന്നെ താഴെ വരുന്ന സോൾ ഒരു ഗ്രേ കളറാണ്. മുകളിലുള്ള മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും ബ്ലാക്കിൽ ചെറിയ ഗ്രേ കളർ ഡിസൈനൊക്കെ വരുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടും അവരുടെ തന്നെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചില വില കുറഞ്ഞ ബ്രാൻഡ്സ് എന്തെങ്കിലും ഓവറായിട്ടുള്ള ലോഗോസോ ഡിസൈനോ ടെക്സ്റ്റൊക്കെ കൊടുത്തിട്ട് ആകെ വൃത്തികേടാക്കും. അങ്ങനെയൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. അത്യാവശ്യം എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും സൈഡിലിട്ട ഗ്ലൂ ഒന്നും പുറത്തോട്ട് കാണുന്നില്ല. അതൊക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് ചെയ്തത്. ക്വാളിറ്റിയും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ചത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രശ്നവും കാണുന്നില്ല. അപ്പോൾ ചില റേറ്റ് കുറഞ്ഞ ഷൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സൈഡൊക്കെ പൊളിഞ്ഞു പോരുന്ന ഒരു കുഴപ്പം കാണാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിലും ഈ ഒരു പ്രൈസിന് വലിയ മോശമല്ല. ഇനി കംഫർട്ടിൻ്റെ കാര്യം പറയുമ്പോഴാണ് ആകെ കുറച്ചൊരു മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഉള്ളിലുള്ള ഫുഡ് ബെഡും അതൊക്കെ ഈ പ്രൈസിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വാളിറ്റിയും കംഫർട്ടൊക്കെ തരുന്നുണ്ട്. പക്ഷേ ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതായത് ഈ മുകൾ ഭാഗത്തുള്ള മെറ്റീരിയൽ നമ്മുടെ മടമ്പ് അഥവാ കാലിൻ്റെ ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അവിടെ വല്ലാതെ ഉരസി നല്ല ഡാമേജ് വരുന്നുണ്ട് സ്കിന്നിന്. അപ്പോൾ നമ്മൾ ഷോക്സ് ഇട്ട് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രശ്നം വരാതൊക്കെയുള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള പല റണ്ണിങ് ഷൂവിലും അങ്ങനെ ഒരു പ്രശ്നം കാണാറില്ല. പിന്നെ ഇത് അത്ര ഒരു പെർഫെക്ഷൻ ഇല്ലാത്തത് കുറച്ച് റേറ്റ് കുറഞ്ഞായിട്ടായതുകൊണ്ടാണ്. ഇനി ഗ്രിപ്പിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല ഗ്രിപ്പ് തരുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള സോള് നല്ല വേഗത്തിൽ തന്നെ തേഞ്ഞ് തീരുന്നുണ്ട്, അല്ലാതെ അധികം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നില്ല. സോ ഫൈനലി ഒരു ബിലോ 600 എന്നുള്ള പ്രൈസിൽ നോക്കുമ്പോൾ അത്യാവശ്യം ലുക്കിൻ്റെ കാര്യത്തിലൊന്നും വലിയ മോശമല്ല. പിന്നെ ഈ ഒരു കംഫർട്ടിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ ഇനി നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ക്യാച്ച് യു ഗൈസ് ലേറ്റർ.